ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്ക്ഷോപ്പ് സയൻസ് കാൽക്കുലേഷൻ്റെ പുതിയൊരു ചാപ്റ്ററാണ്, സ്ക്വയർ റൂട്ട്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്, പെർസെൻറ്റേജ്. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്ക്വയറും സ്ക്വയർ റൂട്ടാണ്. എന്താണ് സ്ക്വയർ നമ്പർ? ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്നതിനെയാണ് സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത്. അതായത് ഒരു ബേസിക് നമ്പർ ആ ബേസിക് നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്നതാണ് സ്ക്വയർ നമ്പർ എന്നുള്ളത്. എക്സാമ്പിളായിട്ട് എ എന്ന് പറയുന്നതൊരു സംഖ്യ, ആ സംഖ്യ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്നതിനാണ് എൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയും ഇതിനെ പറയാം. സ്ക്വയർ നമ്പറിനെ എങ്ങനെ പറയാമെന്ന് വെച്ചാൽ, പവർ 2 ആയിട്ട് വരുന്ന സംഖ്യകളെ സ്ക്വയർ നമ്പർ എന്ന് പറയാം. അതായത് ഒരു എക്സ് എന്നുള്ളത്, എക്സിൻ്റെ പവർ 2 ആണെങ്കിൽ ഇതെന്താണ്? എക്സ് ഇൻറ്റു എക്സ് ആണ് അല്ലേ? അപ്പോൾ ഇതെന്താണ്? ആ സംഖ്യ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്തതാണ്. സോ നമുക്ക് എന്തെഴുതാം? എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയാം. ഇതാണ് എക്സിൻ്റെ സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ടൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, 4 ഇൻറ്റു 4 സ്ക്വയർ. ഓക്കെ, ഇതെന്താണ്? 4 ഇൻറ്റു 4 16 ഓക്കെ, അപ്പോൾ 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 14. ഇവിടെ ഞാനിപ്പോൾ 1 മുതൽ 10 വരെ 1 ഇൻറ്റു 1 10 വരെയുള്ള സ്ക്വയർ എഴുതുന്നുണ്ട്. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 ആണ്, അപ്പോൾ 1 വരും. 2 സ്ക്വയർ പറഞ്ഞാൽ 2 ഇൻറ്റു 2 4 വരും. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 ആണ്, അപ്പോൾ എന്ത് വരും? 9 വരും. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്, 4 ഇൻറ്റു 4. 5ൻ്റെ സ്ക്വയർ 25. 6ൻ്റെ സ്ക്വയർ 36. 7ൻ്റെ സ്ക്വയർ 49. 8ൻ്റെ സ്ക്വയർ 64. 9ൻ്റെ സ്ക്വയർ 81. 10ൻ്റെ സ്ക്വയർ 100. അറ്റ്ലീസ്റ്റ് 1 മുതൽ 10 വരെയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. 1, 4, 9, 16, 25, 36, 49, 64, 81, 100. ഓക്കെ, ഇനിയുമുണ്ട് 11 മുതൽ 15 വരെ ബേസിക്. 1 മുതൽ 10 വരെ നിർബന്ധമായി പഠിക്കണം, എന്നാലേ നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ പെട്ടെന്ന് എളുപ്പമാവുള്ളൂ. മെൻസ്ട്രേഷൻ ചാപ്റ്ററിൽ കുറേ ഇങ്ങനെ സ്ക്വയർ നമ്പേഴ്സും റൂട്ട് സ്ക്വയറൊക്കെ കാണാനുണ്ട്, സ്ക്വയർ റൂട്ടൊക്കെ കാണാനുണ്ട്. സോ ഇങ്ങനത്തെ വാല്യൂസൊക്കെ അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്ലസ് പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് പറയുന്നതാണ് മൈനസ്. അതേപോലെ മൾട്ടിപ്പിളിന് ഓപ്പോസിറ്റായിട്ട് പറയുന്നതാണ് ഡിവൈഡ്. അതേപോലെ സ്ക്വയർ നമ്പറിന് ഓപ്പോസിറ്റായിട്ട് വരുന്നത് എന്താണ്? സ്ക്വയർ റൂട്ടാണ്. ഓക്കെ, സ്ക്വയർ റൂട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്. കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. കാൽക്കുലേറ്റർ വഴി നമുക്ക് ഈ ഒരു ഐക്കൺ അടിക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സംഖ്യ ഏതാണോ അടിച്ചാൽ നമുക്ക് ആൻസർ ലഭിക്കും. ഓക്കെ, ഇപ്പോൾ റൂട്ട് 64ൻ്റെതാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 64ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 8 ആണ്. 8ൻ്റെ സ്ക്വയർ അല്ലേ 64, അപ്പോൾ 64ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഇങ്ങനെയാണ് എഴുതൽ. ഇനി ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 1 മുതൽ 10 വരെ നമ്മൾ കുറച്ച് സംഖ്യകൾ എഴുതി. ഇതല്ലാതെ നമ്മളൊരു പുറത്തുനിന്ന് വേറൊരു സംഖ്യ തരാണ്. ഇപ്പോൾ 1 മുതൽ 10 അല്ലാത്തൊരു സംഖ്യ, ഞാൻ 784ൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇതിനെ പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഘടകങ്ങളാക്കി എഴുതണം. അപ്പോൾ എന്ത് വരും? 2 കൊണ്ട് 4ൽ അവസാനിക്കുന്നുണ്ട്, നമുക്ക് ഇരട്ട സംഖ്യ അവസാനിക്കുന്നുണ്ട്, നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3, 9, 2 എന്ന് വരും. 2 ആണ് വീണ്ടും അവസാനിക്കുന്നത്, സോ നമുക്ക് 2 കൊണ്ട് വീണ്ടും ചെയ്യാം. 3ൽ
എത്ര തവണ പോവും? ഒരു തവണ. 19ൽ 9 18 ആയിരിക്കും. 18ൻ്റെ പകുതി 9, 12ൻ്റെ പകുതി 6 വരും. 19ൽ 9 തവണ 1 വരും. 16ൽ 8 വരും. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 49. 49നെ നമുക്ക് 7 കൊണ്ട് ചെയ്യാം. എളുപ്പത്തിന് 7 കൊണ്ട് ചെയ്യാം. 7 വരും. വീണ്ടും 7 കൊണ്ട് ചെയ്താൽ 1 വരും. ഓക്കെ. ഇവിടെ കിട്ടിയിട്ടുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് എന്നാണ് 2 × 2 × 2 × 2 × 7 × 7. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സെറ്റ്, അതായത് ഇങ്ങനൊരു സെറ്റിനെ ഒറ്റ നമ്പർ ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്ത് വരും? ഇവിടെ ഒരു 2 വരും, ഇവിടെ ഒരു 2 വരും, ഇവിടെ ഒരു 7 വരും. അപ്പോൾ 2 × 2 × 7 ആയിരിക്കും നമുക്ക് 784ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. 7 × 2 14, 14 × 2 28. 28ആണ് 784ൻ്റെ സ്ക്വയർ. ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. (2025) സ്ക്വയർ റൂട്ട് എങ്ങനെ കാണുമെന്ന് വെച്ചാൽ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ ചെയ്യാം. അല്ലാതെ നമുക്ക് എങ്ങനെയാണ് ശരിക്കുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ 2025നെ ഫാക്ടറി ചെയ്യാം. നമുക്ക് 5 കൊണ്ട് പ്രൈം നമ്പർ ആയിരിക്കണം. 5 ഒരു പ്രൈം നമ്പറാണ്. നമുക്ക് എന്തെഴുതാം? 20ൽ 4 തവണ പോവും, 2ൽ പോവില്ല 0, 25ൽ 5 തവണ പോവും. വീണ്ടും 5ലാണ് അവസാനിക്കുന്നത്. 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 81 എന്ന് വരും. നമുക്ക് ഇനി 3 കൊണ്ട് ചെയ്യാം. 5 കൊണ്ട് കഴിയില്ലല്ലോ, അപ്പോൾ 3 കൊണ്ട് ചെയ്യാം. 27 വരും. വീണ്ടും 3 കൊണ്ട് ചെയ്താൽ 9 വരും. 9ന് 3 കൊണ്ട് ചെയ്താൽ 3 വരും. അപ്പോൾ നമുക്ക് കിട്ടിയത് 5 × 5 × 3 × 3 × 3 × 3 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഓരോ സെറ്റിനെ ഒരൊറ്റ നമ്പറാക്കി കൺസിഡർ ചെയ്യണം. ഈ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യാം. 5 × 3 15, 15 × 3 45. അപ്പോൾ 225ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 45 ആണ്. ഇങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കാണുന്നത്.